ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ക്ലേ മോഡലിംഗ് കണ്ടാലോ. ഇൻസ്റ്റയിൽ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കാൻ മറ്റേ ലേസി ഡേസി പേജിൽ ആ ചേച്ചി ചെയ്യണം കണ്ടിട്ട് എനിക്കും ബോധി കയറി. അതങ്ങനെയാണ്, നല്ലൊരു ചെയ്യണം കണ്ടിട്ട് നമ്മൾ വാരി പോക്കി അതെങ്ങനെ ഇരിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിന് മുന്നേ ഞാൻ വേറെ എന്തോ ചെയ്തു, അത് കുളമായി സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഇത് ഞാൻ ആ പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കുകയും ചെയ്തു. ഏഴരക്കളൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് കുറച്ച് കഴിയുമ്പോൾ ബിൾസ് വലിയും. അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ട് എന്തോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പാവേന ഉണ്ടാക്കാമെന്നുള്ള ഐഡിയ തലയിൽ ഉദിച്ചത്. പാവ പോയിട്ട് ലാസ്റ്റ് എന്താവുമെന്ന് കണ്ടറിയാം. ഇതൊക്കെ മുന്നേ എടുത്ത് വെച്ചിട്ട് വീഡിയോസാണ്. ചെയ്യാനുള്ള മടിക്കാണ് ഞാനിങ്ങനെ ചെയ്യാനുള്ള മടിക്കല്ല, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള മടിക്ക്. അതുകൊണ്ട് ആ കാണുന്ന ബൈക്ക് പോലത്തെ സാധനമാണ് ഞാൻ ആദ്യം ചെയ്തത്. അങ്ങനത്തെ ഞാൻ പിൻട്രസ്റ്റിൽ ഒരു പെണ്ണിനെ നോക്കിയിട്ടൊക്കെയാണ് ഇത് ചെയ്ത് വന്നത്. പക്ഷേ എൻ്റെ കണ്ണ് റെഡി ആയില്ല, ഒരുമാതിരി കോങ്കണ്ണ് പിടിച്ച പോലെ. എൻ്റെ ക്യാമറ സ്റ്റാൻഡ് റെഡി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയോ ഒപ്പിച്ച് വെച്ച് കണ്ണ് വെച്ച് പിരികം വെച്ച് മൂക്ക് എനിക്കിഷ്ടമായി. മൂക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തല അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിഞ്ഞ് പോകണ കാരണം ഞാനൊന്ന് അമർത്തി വെച്ചപ്പോൾ മൂക്കൊക്കെ ചുമ്മായിപ്പോയി. അങ്ങനത്തെ ഒരു വിധത്തിലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതു. സംഭവം ഞാൻ ലേസി ഡേസി എന്ന് പറഞ്ഞ പേജിൽ നിന്ന് ഞാൻ ആ മറ്റേ മണ്ണുകൊണ്ടുള്ള ക്ലേ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസും വാങ്ങിച്ചിട്ടുണ്ട്. വിട്ടു കൊടുക്കാൻ പാടില്ല, തളരരുത്. ഇത് മറ്റേ പിള്ളേരുടെ ക്ലേ ആയ കാരണമാണ് മര്യാദയ്ക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഞാനൊക്കെ ആരായും ആയില്ല. അങ്ങനെ ദേ ഒരുവിധം നമ്മളിതേ കണ്ണും വിരികും മൂക്കും വായ ചുണ്ടി ഞാൻ ലിപ്സ്റ്റിക് ഇട്ട പോലത്തെ ഒരു റെഡ് ക്ലേ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിള്ളേർ കാണാണ്ട്, അവൾക്ക് ക്ലേ ക്രാഫ്റ്റിന് വാങ്ങിച്ച് വെച്ച സാധനമാണ് ഞാനിപ്പോൾ എടുത്ത് കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം ആ ചേച്ചി ചെയ്യണം എന്ത് രസമാണ്. അത് കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ പോകാൻ പാടില്ല. എന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഇതും പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. ഞാൻ ആദ്യം ക്രോഷ്യ ചെയ്യുമ്പോൾ എൻ്റെ പാവകൾ കണ്ടാൽ ഞെട്ടിപ്പോവും. പക്ഷേ ഇപ്പം എൻ്റെ പാവകൾ നോക്കൂ, ഞാൻ തന്നെ പറയുന്നു നല്ല പാവകളാണ്, അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മളിതേ ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ തന്നെ പറയുന്നു. ഇത് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടം വരുന്നില്ല, കാരണം ഇതിൻ്റെ മോന്ത ഒരുമാതിരി ചപ്ലാച്ചി പിടിച്ച പോലത്തെ ഒരു സാധനമായിരുന്നു. ഞാൻ ഇതിൻ്റെ തല ഫിറ്റ് ചെയ്യാൻ ബാക്കിൽ ഒരു ക്ലയം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഞാൻ എന്തേ കാണിക്കാൻ പോകണമെന്നുള്ളത്. കാരണം നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് ഇത് ചെയ്തു എന്ന് പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് വരുള്ളൂ. ഞാൻ എൻ്റെ ക്യാമറ റെഡി ഇല്ലാത്ത കാരണമാണ്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് എടുത്ത് തന്നെ എന്തൊക്കെയാണ് വിളിച്ച് പറയണം. ഇനി ഞങ്ങളുടെ മണ്ണുകൊണ്ടുള്ള ക്ലേ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനിയാണ് എൻ്റെ പുതിയ കലാവിരുദ്ധകൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ചുണ്ട് വെച്ച് കൊടുക്കാൻ ഞാൻ കുറച്ചൊന്ന് പ്രയാസപ്പെട്ടു. ഈ വീഡിയോയിൽ ഇങ്ങനെയല്ല എത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു ചുണ്ട് മീശയൊക്കെ വെച്ച് കൊടുക്കുന്നത്. ലാസ്റ്റ് ഞാൻ അതിനൊരു പെണ്ണാക്കാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് പിള്ളേഴ്സിൻ്റെ സൗണ്ട് ഉണ്ടാവും, ശ്രദ്ധിക്കണ്ട. അങ്ങനെ തന്നെ ഞാൻ അതിൻ്റെ ചെവിയൊക്കെ ഓൾറെഡി ഇങ്ങനെ ഫിറ്റ് ചെയ്തല്ല, ഇങ്ങനെ ചുരുട്ടി വെച്ച് കൊടുത്തു. ഇനി നമുക്കൊരു ജിമിക്ക കമ്മലിട്ട് കൊടുക്കാം. എന്തായാലും ഒരു പെണ്ണിനല്ലേ ചെയ്യണം, അപ്പോൾ എന്തായാലും പെണ്ണുങ്ങൾക്ക് ജിമിക്ക കമ്മലില്ലാണ്ട് ഒരു ഭംഗി വരില്ലല്ലോ. അപ്പം ഞാൻ ജിമിക്ക കമ്മൽ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പെണ്ണുങ്ങൾക്ക് ജിമിക്ക കമ്മലില്ലാണ്ട് എന്താണ്, വേറെ കമ്മലുകളല്ലാതെ ഉണ്ടാക്കാൻ അറിയാണ്ടൊന്നുമല്ല. ജിമിക്ക കമ്മലാകുമ്പോൾ പിന്നെ എളുപ്പമാണ്, വെറുതെ 2 കുത്തി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ അത് ഒരുവിധം മുറുട്ടിയും ചിരട്ടിയും പിടിച്ചൊക്കെ ഞാൻ അതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ വീഡിയോയിൽ അവർ അതിൻ്റേതായിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൈ തന്നെ ടൂളുകളൊക്കെ വരും. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കിലോൻ്റെ ക്ലേ ആണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തോ എന്തായാലും ഞാനിപ്പോൾ അത് ചെയ്ത് പഠിച്ച് ഞാൻ സെയിൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ക്രോഷ്യറ്റിൻ്റെ സാധനങ്ങൾ ആവശ്യമുള്ളവർ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഡ്രസ്സ്, ടോയ്സ്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും സാമഗ്രികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർ DM ചെയ്യുക. അങ്ങനെ ഒരു കുത്തും കുത്തി ചിമുക്കിടാന്ന് വെച്ചപ്പോൾ ആ കുത്തൊന്നും അങ്ങോട്ട് റെഡി ആയില്ല. കുത്തിൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്കും പോയി. അങ്ങനെ ഞാൻ വെറുതെ ഒരു ബോളാക്കി അത് ഒട്ടിച്ച് കൊടുക്കാട്ടോ ചെയ്തത്. അവിടെ ക്ലേ വരുമ്പോൾ നമ്മൾ പിൻട്രസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഫ്ലവർ ബോട്ടിൽസ്, പിന്നെ കപ്പിൾസ്, ഏഞ്ചൽസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ചെയ്യാൻ പറ്റിയാൽ മതി, കാരണം ഫേസൊക്കെ അത്രയും പെർഫെക്ഷൻ വേണമെങ്കിൽ നമ്മൾ അത്രയും ചെയ്ത് എക്സ്പെർട്ടോളായിരിക്കണം. സംഭവം ഈ ക്ലേ മോഡലൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 4 കൊല്ലത്തെ ഒരു കോഴ്സ് ഉണ്ട്, അത് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. എങ്ങനെയൊക്കെയോ ബികോം എടുത്ത് എങ്ങനെയൊക്കെയോ പിന്നൊക്കെ ചടപടേന്നായിരുന്നു. കാരണം എൻ്റെ ക്ഷമ നശിച്ചതിന് മുന്നേ ഓൾറെഡി ഉണ്ടാക്കിയ കുളമായി കാരണം ഇതെങ്കിലും റെഡിയാവും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ മുടി ഇങ്ങനെ 100 പോലത്തെ സാധനമൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ ആക്കി സെറ്റാക്കി എടുത്തു. സംഭവം ഇങ്ങനെ നല്ല ഭംഗിക്ക് ചോറുണ്ടോട്ടൊക്കെ നമുക്ക് ക്ലേയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ക്ലേക്ക് ഒരു 2 കൊല്ലത്തെ പഴക്കമുള്ള കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആ ക്ലേ നിൽക്കണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നിൽക്കണ പോലെയെന്ന് വിചാരിച്ച് പിന്നെ ഒരു ക്ലേക്ക് ഉണ്ട് വരച്ച് കൊടുക്കണ പോലെ, അതായത് ഇങ്ങനെ തേമ്പി ഒട്ടിച്ചാൽ അതേ ഇതിലൊന്നും നിൽക്കണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല ഭംഗിയിലൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പെർഫെക്ഷനിൽ നമ്മൾ ചെയ്യണം, നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ. അതായത് ഈ ഇതിലൊരു കാപ്പി കളർ കോട്ടിങ് കളഞ്ഞിട്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റ് കൊണ്ട് അടിച്ച് നല്ല ഭംഗിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതിൽ കിട്ടും. പിന്നെ എനിക്ക് വലിയ ധൃതി
എല്ലാ ക്ഷമയില്ലാത്ത കാരണം അതിങ്ങനെ കിട്ടി. എന്നാലും കൊള്ളാം, പിള്ളേർക്ക് ഇഷ്ടാവില്ലേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാത്തരാ. ഇനി നമുക്ക് ഒറിജിനൽ ക്ലേ കിട്ടിയിട്ട് ഒറിജിനൽ സാധനങ്ങൾ ഉണ്ടാക്കി വരുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ബൈക്കിൻ്റെ വീഡിയോ കൂടി ഉണ്ട്. ഇപ്പോൾ അവിടെ അപ്പുറത്ത് ചെയ്ത ബൈക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാട്ടോ. ഇത് ഞാൻ മുന്നേ ചെയ്തതാണ്, പക്ഷേ ഉണങ്ങി പേപ്പറൊക്കെ ഒരുമാതിരി തരികടപടകടയായിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ അടുത്ത് ചെയ്തു വരുന്ന ക്രാഫ്റ്റുകൾ. പൈപ്പ് ക്ലീനേഴ്സ് നമ്മൾ കൈ വയ്ക്കാത്ത അതിർത്തികളില്ല.